വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ പവർ ഓഫ് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ വീഡിയോകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കുമേ. അത് നമുക്ക് എങ്ങനെ നമ്മുടെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇതിനകത്ത് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് പറയണം എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല പറയുന്നത്. ജസ്റ്റ് ഒരു ഇൻട്രാക്ഷൻ കണക്ക്, നമ്മൾ ഒരു ചിറ്റ് ചാറ്റ് സെഷൻ കണക്ക് വെറുതെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ അതിനകത്ത് കുറച്ച് PSC റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളും അതൊക്കെ തന്നെ മോട്ടിവേഷൻ കണക്ക് എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് പഠിക്കാൻ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളും, പിന്നെ അതൊക്കെ ഞാൻ എങ്ങനെയാണ് പഠിച്ച് ഒരു ജോലി വാങ്ങിച്ചത് എന്നുള്ളതിൻ്റെ ജേർണിയും ഒക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതിനൊക്കെ കുഞ്ഞു കുഞ്ഞു പറ്റുന്നതൊക്കെ ഈ ക്ലാസ്സുകൾ ഞാൻ എടുത്തിരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് വാച്ച് ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതാകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ കാണാൻ പറ്റും, എനിക്കിന്ന് അറിയാൻ പറ്റും എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്, ഏതാണ് നിങ്ങൾക്ക് ഏതാണ്, അതിനെക്കുറിച്ചാണ് എനിക്ക് കുറച്ചും കൂടി വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതെല്ലാം ഒന്ന് കൺസിഡർ ചെയ്യുക, അതൊക്കെ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ, കുറേ ടേംസ് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കി എടുക്കാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ലൈഫിൽ ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡ്രീം ആ സംഭവം അറിയാതെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിലേ, ഇപ്പം നിങ്ങൾക്ക് PSC പഠിച്ച് എനിക്കൊരു PSC എക്സാം എഴുതി എനിക്ക് നല്ലൊരു ജോലി വേണം, എൻ്റെ ഫാമിലി എനിക്ക് നോക്കണം, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ കാണാൻ നല്ല അഭിമാനം ഉണ്ടാവണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ നമുക്ക് കാണത്തില്ലേ? നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ അതവിടെ കളയും അല്ലേ? നമ്മളത് കളഞ്ഞിട്ട് പിന്നെ എന്താ, നമ്മൾ ഫോണിൻ്റെ പിറകെയും അതിനൊക്കെ നമ്മുടെ കൂട്ടുകാരുടെ പിറകെയും അതിനൊക്കെ തന്നെ ഇപ്പം കാണുന്ന കുറച്ച് സന്തോഷം, കൊച്ചു സന്തോഷങ്ങൾ പിറകെയൊക്കെ ആയിരിക്കും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ഗുണമാണ് കിട്ടുന്നത്? നമ്മുടെ ആ ഡ്രീമും നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളെല്ലാം അവിടെ ഉറങ്ങിക്കിടക്കും. മനസ്സിലായോ? നമ്മളെന്താ ബാക്കി നമ്മൾ അപ്പോൾ കാണുന്ന കാര്യങ്ങൾ ചെയ്ത് പോകും. ഓക്കെ, അതിനാൽ നമുക്ക് സന്തോഷം കിട്ടും. നമുക്ക് റീൽസ് ആണ് നമുക്ക് സന്തോഷം കിട്ടും. നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അതെല്ലാം നമുക്ക് സന്തോഷം കിട്ടും. അതൊക്കെ വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളൊരു ഡ്രീം ഉണ്ടല്ലോ, നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടല്ലോ, ആ ഫ്യൂച്ചർ അവിടെ എന്താ സബ്മിസീവായിട്ട് ഉറങ്ങിക്കിടക്കുക. അത് നമ്മളൊന്ന് ആക്റ്റീവ് ആക്കണ്ടേ? ആക്റ്റീവ് ആക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സന്തോഷങ്ങളെല്ലാം താൽക്കാലികമാണ് അല്ലേ? നമുക്ക് അങ്ങനെ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാതെ, നമ്മൾ മെനക്കെടാതെ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളാണ് അല്ലേ? നമ്മളിൽ കുറച്ച് പൈസ വേണമെങ്കിൽ നമുക്ക് ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കുന്നു, ചിരിക്കുന്നു, കളിക്കുന്നു, ആരെങ്കിലും കാര്യങ്ങൾ പറയുന്നു, ഗോസിപ്പുകൾ പറയുന്നു. അപ്പം നമുക്ക് എന്താ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും, ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് കിട്ടും. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ്സ് ആണ്. നമ്മൾ പിന്നെ തിരിച്ച് നമ്മൾ എന്താ നമ്മുടെ സാധാരണ എങ്ങനെയാണോ നമ്മൾ ജീവിച്ചു വന്നിട്ട് അങ്ങനെ പോവുക അല്ലേ? അപ്പം നമുക്ക് അതിനകത്തൊരു ഹൈപ്പ് വേണമെങ്കിൽ, ഇപ്പം നമ്മൾ വീഡിയോയിൽ റീലൊക്കെ കാണും, ഫോളോ യുവർ പാഷൻ എന്നൊക്കെ പറഞ്ഞ് കാണും. പക്ഷെ നമ്മൾ ആ പാഷൻ ഫോളോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ഒരുപാട് ട്രാവൽ ചെയ്യണം. ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വരും. ട്രാവൽ ചെയ്യണമെങ്കിൽ അതിനെല്ലാം അടിസ്ഥാനമായിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് പൈസ വേണം അല്ലെ? നമുക്ക് മണി വേണം. മണി ഇല്ലാതെ നമുക്ക് ഈ പറയുന്ന സന്തോഷം, ഇപ്പോൾ ചായ കുടിക്കാൻ പോകണമെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പൈസ വേണം. പൈസ ഇല്ല, നമുക്ക് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി പൈസ എടുക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും, അവർക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതൊരു നല്ല ഹെൽത്തി റിലേഷൻ അല്ല. അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. പൈസ വേണമെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും അവരുടെ പാഷൻ ഫോളോ ചെയ്ത് ആ പാഷനിൽ നിന്ന് പൈസ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പാഷനിലായിരിക്കും പല രീതിയിലായിരിക്കും. അത് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലേ നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? സെല്ല് ചെയ്ത് അതിനകത്ത് പൈസ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അല്ല, നമ്മൾ പാഷനെ പുറകെ ഭയങ്കര സന്തോഷം കിട്ടും, പക്ഷെ നമുക്ക് അത്ര എമൗണ്ട് പൈസ കിട്ടുന്നില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC എക്സാംസ്, UPSC നടത്തുന്ന എക്സാംസ്, SSCയുടെ എക്സാംസ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന വീട്ടമ്മമാരായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ഫേംസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഗവൺമെൻറ് ജോലി ഉള്ള കുറച്ചുകൂടി നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആയിരിക്കും. ആര് കേട്ടാലും നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് എന്തുണ്ട്? ഒരു നല്ലൊരു ഗോളുണ്ട്. മനസ്സിലാവും? ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കണം. ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ലൈഫിന് ഒരു ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് പെർഫെക്റ്റ് ആയി എന്ന് തോന്നുന്നത്. ആദ്യമേ ആ ഗോൾ അച്ചീവ് ചെയ്യാം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. അപ്പം ആരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഏകദേശം ഉണ്ട്, നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ പഠിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗോള് ഒരു ഷോർട്ട് ടേം ഗോൾ ആയിരിക്കും. അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫിൽ എന്ത് ചെയ്യാം? അടുത്തടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ PSC പഠിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ പഠിക്കുക. നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ എടുത്ത് വെച്ച് അത് പഠിക്കുക, ആ ജോലി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഈ സെഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വഴി എങ്ങനെയാണ് എടുക്കുന്നത്? ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു എനിക്കൊരു ജോലി. അപ്പം എന്ത് ജോലി, അത് എങ്ങനെ ചെയ്യുന്നു, അല്ല ചെയ്യുന്ന കാര്യം അങ്ങനെയല്ല. എന്ത് ജോലി ഒന്നും ഞാൻ ഡ്രീം ചെയ്തിട്ടില്ല. എനിക്കൊരു ജോലി വേണം, എനിക്കൊരു ജോലി അത്യാവശ്യമാണ്. ആ ജോലി ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനിക്ക് കുറച്ച് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും എൻ്റെ കയ്യിൽ പൈസയൊക്കെ വരുത്തുള്ളൂ എന്ന് ഞാൻ എപ്പോഴും ഡ്രീം ചെയ്യായിരുന്നു.
അതിനകത്ത് ഒരു മെയിൻ ഫാക്ടർ എൻ്റെ പേരൻസ് തന്നെ. പേരൻസ് എപ്പോഴും പറയും ജോലി വാങ്ങിക്കണം, ഒരു ഗവൺമെൻറ് ജോലി മേടിക്കണം, കൊച്ചു പ്രായത്തിൽ ജോലി വാങ്ങിക്കണം എന്നവർ പറഞ്ഞ് കേട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അത് ഡ്രീം ചെയ്യാൻ തുടങ്ങി, അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി. ഞാൻ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന ആലോചിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ലിസ്റ്റിൽ ഫസ്റ്റ് വരുമ്പം എൻ്റെ വീട്ടുകാരുടെ സന്തോഷം ആലോചിക്കാൻ തുടങ്ങി, അവരുടെ മുഖത്തുണ്ടാകുന്ന ഹാപ്പിനെസ്. അങ്ങനെ നമ്മൾ ആ ഒരു മുഹൂർത്തങ്ങൾ ഞാനിങ്ങനെ ഡ്രീം ചെയ്യും, ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കും. എന്നാൽ നമ്മളിങ്ങനെ അഭിനയിക്കത്തില്ല, പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നു, ഫസ്റ്റ് ആമി ഹുമയൂൺ ഫസ്റ്റ് പേര് കേട്ടപ്പോൾ എല്ലാവരുടെയും സന്തോഷം, വീട്ടിൽ ഉമ്മയുടെ സന്തോഷം, ബാപ്പയുടെ സന്തോഷം, അങ്ങനെ എല്ലാ ഓരോ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെ ഒരുപാട് ഡ്രീം ചെയ്തിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. മനസ്സിലായോ? ഫസ്റ്റ് റാങ്ക് ഒന്നും അല്ലെങ്കിൽ പോലും എനിക്ക് ജോലി കിട്ടിയത്. അപ്പം നമ്മൾ ആ കൊച്ചു പ്രായത്തിലെ ആ ഒരു സംഭവം നമ്മൾ ആഗ്രഹിക്കാൻ തുടങ്ങി. അത് എപ്പോഴും നമ്മൾ രാവിലെ ആണെങ്കിലും രാത്രിയായാലും പഠിക്കുമ്പോഴായാലും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും. നമ്മളൊരു 10 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ബസ് പഠിക്കുമ്പോൾ ആ സമയം എല്ലാം നമ്മൾ ഡ്രീം ചെയ്യുന്ന ഇത് വെച്ചിട്ട് എനിക്കൊരു ലിസ്റ്റിൽ വരും, ഞാൻ ആ ലിസ്റ്റിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും, എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണ്, പിന്നെ എനിക്ക് ആദ്യത്തെ എൻ്റെ കാര്യങ്ങൾ ചെയ്തു പോവാം എന്നൊരു ഐഡിയ എൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായി? അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. അല്ലാതെ PSC എക്സാം എഴുതിയിട്ടുള്ള ജോലി, UPSCയുടെ ജോലി, SSC ജോലി അങ്ങനെയൊന്നുമില്ല. ഞാൻ തൊഴിൽ വാർത്ത ആണ് ഞാൻ മെയിനായിട്ട് ആശ്രയിച്ചിരുന്നത്. തൊഴിൽ വാർത്ത വന്നിട്ട് അതിനകത്ത് നോക്കുമല്ലോ നമ്മൾ കുറേ വേക്കൻസികൾ, അതിനകത്ത് എല്ലാം ഞാൻ അപ്ലൈ ചെയ്യും. ഇത് എൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ജോലി അങ്ങനെയില്ല. ഞാൻ 10ാം ക്ലാസ് തൊട്ട് ഒരു 18 വയസ്സായപ്പോൾ എന്നെ കൊണ്ട് നമ്മുടെ ഒരു കോച്ചിങ് സെന്ററിൽ ചേർക്കുക. അന്നോട്ടേ നമ്മളിങ്ങനെ പഠിക്കുമ്പം നമ്മുടെ ഈ കാണുന്ന എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യും. എന്തെങ്കിലും ഒരു ജോലി എന്ന് മാത്രമേ മനസ്സിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ UPSC ഞാൻ പഠിച്ചിട്ടുണ്ട്, സിവിൽ സർവീസ് ഞാൻ ഒരു വർഷം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പ് ഞാൻ എൻട്രൻസ് പഠിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. മനസ്സിലായി? അങ്ങനെയാണ് അവസാനം ഒരു ജോലി. അപ്പം നമ്മൾ പറഞ്ഞത് ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ചെറിയ പോർഷനെല്ലാം കിട്ടുമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു കുഞ്ഞു പോർഷൻ കിട്ടും എന്ന് പറഞ്ഞാൽ ഫുൾ ടൈമിൽ ഭയങ്കര പഠിത്തം അങ്ങനെയല്ലായിരുന്നു. അത്രയും വർക്കഹോളിക്കോ അത്രയും അങ്ങ് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ നിങ്ങൾക്ക് അറിയാം, എൻ്റെ റീൽസിൽ പഴയ റീലൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം എൻജോയ് ചെയ്ത് പഠിച്ച് കൂട്ടുകാരെ കളിച്ച് ചിരിച്ച് പോകുന്നത്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെ മനസ്സിനകത്ത് കിടപ്പുണ്ട് എൻ്റെ ഉദ്ദേശം, എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ജോലി വാങ്ങിക്കുക എന്നുള്ളതാണ് എന്ന്. അത് ഓരോ സ്റ്റേജിലും മാറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ നമുക്ക് നോക്കാം. എൻ്റെ ലൈഫോട് പോയി കഴിഞ്ഞാൽ ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എങ്ങനെയാണ് ഞാൻ എൻ്റെ സ്റ്റഡി ജേർണി എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറയാം. അത് വേറെ വീഡിയോ ചെയ്യാം. അത് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാൻ പറ്റാതെ പോകും. അപ്പോൾ ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ ഡ്രീം ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? PSC ജോലി വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ റെഡിയാക്കാം എന്ന് ഞാൻ പറയാം. നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. സബ് കോൺഷ്യസ് മൈൻഡിന്റെ പവർ നിങ്ങൾ പല റീൽസിലും പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഭയങ്കര ഗ്രേറ്റ് ആണ്. അത് അങ്ങനെ തന്നെയാണ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുൾ ആണ്. നമ്മളെ മനസ്സിൽ എന്തെങ്കിലും സംഭവം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഗ്രോ ചെയ്യും. മനസ്സിലായി? കോൺസ്റ്റന്റ് ആയിട്ട് നമ്മളൊന്ന് അതിനെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, അത് ഗ്രോ ചെയ്യും. ഐ നീഡ് ടു ബി കോൺഫിഡൻറ്റ്, എനിക്ക് നല്ല കോൺഫിഡൻസ് വേണം എന്ന് നമ്മൾ രാവിലെ ഒരു 3 പ്രാവശ്യം മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ത്രൂ ഔട്ട് ആ ദിവസം മൊത്തം ആ ഒരു കോൺഫിഡൻസ് നമ്മളിൽ കാണും. മനസ്സിലായി? അങ്ങനെ തന്നെ കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് ഗ്രോ ചെയ്യും. അതൊക്കെ എനിക്കൊരു ജോലി വേണം, എനിക്കൊരു PSCയുടെ ജോലി വേണം, എനിക്ക് PSC എക്സാം എഴുതി ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ള കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്ന് ഗ്രോ ചെയ്യും. അത് ഉറപ്പാണ്. അത് ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ കാണുമ്പോൾ അങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെ നമ്മൾ ചിലപ്പം വിചാരിക്കും. പക്ഷെ നമുക്കറിയാം നമ്മുടെ പവർ എന്താണ്. നമുക്ക് ഇപ്പം ഞാൻ പറയുക എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണം എന്നീ രാവിലെ എൻ്റെ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ആവുമോ? ഇല്ല, അതൊരിക്കലും നടക്കുന്ന സംഭവമല്ല. നമ്മൾ പറയുന്ന കാര്യം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്കെന്നുള്ളൊരു ബോധം നമുക്ക് കാണണമല്ലോ. ഉണ്ടെങ്കിൽ മാത്രമേ അത് അങ്ങോട്ട് എടുക്കത്തുള്ളൂ. മനസ്സിലായോ? അപ്പം എനിക്ക് പറ്റുന്ന എൻ്റെ ആഗ്രഹങ്ങളിലെ ഒരു സംഭവം എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യും. എനിക്ക് നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഐ നീഡ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് വെരി വെൽ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു സംഭവം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് ഓട്ടോമാറ്റിക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അതെങ്ങനെ നമ്മൾ വർക്ക് ചെയ്യും? നമ്മൾ ആ ഒരു സാധനം അകത്ത് കൊടുത്താൽ ഇപ്പോൾ PSC ജോലി വാങ്ങിക്കണം എന്നൊരു സംഭവം കൊടുത്തു കഴിഞ്ഞാൽ PSCയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ കാണുന്നതെല്ലാം എന്താ PSC റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും, PSCയുടെ നോട്ടിഫിക്കേഷൻസ് ആയിരിക്കും, PSC എങ്ങനെ പഠിച്ചാൽ PSC കിട്ടും എന്നുള്ളതായിരിക്കും. മനസ്സിലായി? അപ്പോൾ ആ ഒരു എയിം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചുറ്റും കാണുന്ന മൊത്തം അതായിരിക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ അങ്ങ് ഫ്ലോ ചെയ്താൽ മതി, ഒഴുകി പോയാൽ മതി, വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്യുക, എൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് എനിക്ക് ഈ വർഷം എപ്പോഴും ഞാൻ ആലോചിക്കും, ഈ വർഷം ജോലി കിട്ടിയ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാം വരും, എക്സാം കഴിഞ്ഞാൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും, റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം വരും, എക്സാം വന്നാൽ റാങ്ക് ലിസ്റ്റ് വരും, അതിൻ്റെ ജേർണി. അപ്പോൾ എനിക്ക് ഈ വർഷമായിരിക്കും എനിക്ക് ജോലി കിട്ടുന്നത് എന്ന് ഞാൻ ഡ്രീം ചെയ്യുമായിരുന്നു. മനസ്സിലായി? അതിന് സിവിൽ സർവീസിന് എനിക്ക് മെയിൻ ഡ്രീമായിരുന്നു. സിവിൽ സർവീസ് ഞാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ 2000 അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എപ്പോഴും എനിക്ക് സിവിൽ സർവീസിന് ആ ഒരു ഫയർ അങ്ങ് പോയി. ഈ അത്ര ഒരു ആഗ്രഹം ഫീൽ ചെയ്തില്ല. കാരണം അത് കുറച്ചും കൂടി വർക്കുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങൾ വന്നതുകൊണ്ട് ഞാൻ അത് അങ്ങ് പതുക്കെ താഴെയാക്കി.
എനിക്ക് കുറച്ചും കൂടി ലൈഫ് എൻജോയ് ചെയ്യണം, കുറച്ചും കൂടി എനിക്ക് ഫ്രീ ടൈം വേണം, എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്നുള്ള സംഭവം എൻ്റെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ പാഷൻ, എൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് എൻ്റെ കൂടെ വേണം എന്നുണ്ടായിട്ടാണ് ഞാൻ ആ ഒരു ജോലി, ആ ഒരു രീതിയിലുള്ള ജോലിയിലോട്ട് പോയത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യമേ നിങ്ങളുടെ ഉദ്ദേശം എന്തായാലും ജോലി വാങ്ങിച്ചെടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ആരാണ് ഇത് കേൾക്കുന്നവർ ഓരോരുത്തരും ചിന്തിക്കുക, നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ വേണമെന്ന് ചിന്തിക്കുക. ആ ചിന്തിക്കുന്നത് നല്ല ഹൈ ലെവലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭയങ്കര ആഗ്രഹങ്ങൾ കാണുള്ള ബിസിനസ് മാൻ ആവണം എന്നുള്ളതിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം നമുക്ക് എന്താ ഒരു ജോലി വാങ്ങിച്ചാൽ നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി നിന്നുകൊണ്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സേഫ്റ്റി ഉണ്ട്. ഓക്കെ, അങ്ങനെ ആലോചിക്കാം. അപ്പോൾ നിങ്ങൾ ഡ്രീം ചെയ്യുക. ഡ്രീം ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുക. ഫുൾ ടൈം രാവിലെ എണീറ്റ് ഉടനെ കണ്ണു തുറക്കുമ്പം ഫോൺ എടുക്കാൻ നിൽക്കാതെ ആലോചിക്കുക, എന്താ എൻ്റെ ആഗ്രഹം, എനിക്ക് എന്താ ചെയ്യാനുള്ള ആഗ്രഹം, എനിക്കൊരു PSC എക്സാം എഴുതി ഒരു ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം, അതെനിക്ക് ഇന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിക്കണം. മനസ്സിലായി? അപ്പോൾ രാവിലെ അത് ചെയ്യാൻ പറ്റും. പിന്നെ ഞങ്ങൾ ത്രൂ ഔട്ട് ലൈഫ് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു റിമൈൻഡർ വയ്ക്കുമ്പോൾ ആലോചിക്കാം, എന്താ ഐ നീഡ് ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്, ഐ നീഡ് ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ് എന്ന് പറയുക. അത് നിങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ട് ചായ കുടിക്കാൻ പോകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് ഡ്രീം ചെയ്യാം. ഞാനൊരു കറങ്ങുന്ന കസാര ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് പറ്റിയ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളും നിങ്ങളുടെ വർക്കിംഗ് സ്പേസും നിങ്ങളുടെ ഫ്രണ്ടിലുള്ള പിന്നെ എന്താ കൊളീഗ്സും ഒക്കെ അവരോട് സംസാരിക്കുന്നതും അവരോട് ചായ കുടിക്കാൻ പോകുന്നതും അങ്ങനെ ഡ്രീം ചെയ്യുക. അപ്പം നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷനിൽ നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടുവരിക. മനസ്സിലായോ? അങ്ങനെ ഡ്രീം ചെയ്ത് കുറേ നാൾ കഴിയുമ്പോൾ അതെന്താ അങ്ങ് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങ് എടുക്കും. ഇതാണ് നമ്മുടെ ഉദ്ദേശം, നമ്മളെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് സെറ്റാവും. അങ്ങനെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തോളൂ. മനസ്സിലായോ? ഞാൻ ഈ ലെങ്ത് കൂട്ടുന്നില്ല, ജസ്റ്റ് ഔട്ട്ലൈൻ പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഈ മാനിഫെസ്റ്റേഷനും വിഷ്വലൈസേഷനും അതിനെക്കുറിച്ച് കൂടുതലൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഇപ്പോൾ റീൽസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയാൻ വിചാരിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രത്യേകിച്ച് കോഴ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. നിങ്ങൾ എപ്പോഴും സമയം കിട്ടുമ്പോൾ എപ്പോഴും ആലോചിക്കുക, എന്തൊരു ജോലി കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ, അച്ഛൻ്റെ അമ്മയുടെ സന്തോഷം, എൻ്റെ ഹസ്ബൻഡിൻ്റെ സന്തോഷം, മക്കളുടെ സന്തോഷം, ഞാൻ എല്ലാവർക്കും ലഡു കൊടുക്കുന്നത്, അങ്ങനെ ഓരോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആ ലൈഫ്. മനസ്സിലായി? എന്താ ആ ലൈഫിലാണ് ജീവിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് അത് നിങ്ങൾക്ക് കിട്ടിക്കോളും. മനസ്സിലായി? ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ PSC ആസ്പിറൻസ്, UPSC ആസ്പിറൻസ്, SSC ആസ്പിറൻസ് ആരാണെങ്കിലും എന്ത് ലൈഫിൽ നല്ല ലക്ഷ്യം എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ഡ്രീം ചെയ്യുക. ലീവ് ഇൻ ദാറ്റ് ഡ്രീം. ആ ഡ്രീമിൽ നിങ്ങളങ്ങ് ജീവിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടും മക്കളെ, കിട്ടും. ഓക്കെ, കിട്ടുമെന്ന് വിശ്വസിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ തുടർന്ന് വീഡിയോസ് എല്ലാം കാണണം. ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ, വിഷ്വലൈസേഷൻ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യുന്ന സംഭവം എനിക്ക് തോന്നുന്നു. കാരണം എല്ലാ വീഡിയോസിൻ്റെയും അണ്ടറിൽ ഒരുപാട് നല്ല പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ട്. അപ്പം അതിനെപ്പറ്റി ഞാൻ ഒന്നും കൂടി നോക്കിയിട്ട് നമുക്കത് എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. എനിക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ലൈഫിൽ, അതൊക്കെ എങ്ങനെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും നമുക്ക് ഒരുമിച്ച് നോക്കാം, ഒരുമിച്ച് വർക്ക് ചെയ്യാം. റെഡിയാണോ? മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. ഇതൊക്കെ ചേച്ചി ഇങ്ങനത്തെ ടോപ്പിക് എടുക്കണേ, ഈ കാര്യങ്ങൾ പറയണേ, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പാടാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ, ബൈ.